children. I am Leda Shaji. Welcome to my channel LKLS Star Maths Class. ഇന്ന് നമ്മൾ +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചാപ്റ്റർ 2 ആണ് കേട്ടോ. സോ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരുന്നത്. സി ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ലേൺ ഹൗ ടു ലിങ്ക് പെയേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം 2 സെറ്റ്സ്. 2 സെറ്റുകളിലെ പെയേഴ്സ് നമ്മളാക്കി ഒരു ഓർഡർ പെയറായിട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇൻട്രൊഡ്യൂസ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ദ 2 ഒബ്ജക്ട്സ് ഇൻ ദ പെയർ. അതുപോലെ 2 പെയർ കിട്ടുമല്ലോ, നമുക്ക് 2 സെറ്റ് തരും. ആ 2 സെറ്റിൽ നമ്മൾ ഓർഡർ പെയർ ഉണ്ടാക്കും. സോ അത് തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. കണ്ടോ, അതുകൊണ്ടാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നിങ്ങളൊന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ആദ്യത്തെ ഇത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്താണ് ഈ കാർട്ടീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 സെറ്റുകൾ തരും. സോ അത് തമ്മിൽ ക്രോസ് ചെയ്യുക. ഓക്കെ, സോ അത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക, ഓർഡേർഡ് പെയറിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, സോ ഇപ്പോൾ അത് എവിടെ നോക്കിയാൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. എ സെറ്റ് ഓഫ് 2 കളേഴ്സ് ആൻഡ് ബി A is a set of 2 colors. ഇവിടെ യൂസ് ഉണ്ട് കേട്ടോ. A is a set of 2 colors and B is a set of 3 objects എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എയുടെ അകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്, സെറ്റ് റെഡ് ബ്ലൂ. ദെൻ ബിയുടെ അകത്ത് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, സെറ്റ് BCS. അതായത് ഇതെന്താ, ഇത് ബാഗാണ്, ബാഗ്. ദെൻ ഇത് കോട്ട്, ഇത് ഷർട്ട്. ബാഗ്, കോട്ട്, ഷർട്ടിൽ ഷോർട്ടായിട്ട് BCS ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഇത് തമ്മിൽ നമ്മളൊന്ന് ക്രോസ് ചെയ്ത് നമുക്കൊരു ഓർഡേർഡ് പെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക നോക്കിയേ. ഫസ്റ്റ് ഈ റെഡ് കൊണ്ട് അല്ലേ, ഈ റെഡ് എടുക്കാം. നമുക്ക് ആദ്യത്തെ എലിമെൻറ്റ് അല്ലേ, ആദ്യത്തെ ആളെ എടുത്തു, ഇതിലേക്കൊരു കണക്ഷൻ കൊടുത്തു. കണ്ടോ, then അതേ റെഡിൽ നിന്ന് തന്നെ സെക്കൻഡിലേക്കൊരു കണക്ഷനുണ്ട്. ദെൻ ഇത് തമ്മിലൊരു റിലേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ. ഓക്കെ, സോ നമ്മൾക്കത് എങ്ങനെയായിരിക്കും നമ്മളതിൻ്റെ ആൻസർ ഇപ്പോൾ എഴുതുക, ഓർഡേർഡ് പെയറിലായിരിക്കും നമ്മളതിൻ്റെ ആൻസർ എഴുതുക അല്ലേ. റെഡും ബിയും കൂടി എടുക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതുക, ഇവിടെ റെഡ്, ദെൻ എന്തെടുത്തു, ബി കൊടുത്തു. ഓക്കെ, ദെൻ കോമ കൊടുക്കുക. അടുത്തത് എന്താണ്, റെഡ് സി. അടുത്തത് റെഡ് എസ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് കൊടുക്കാം, ബ്ലൂവിലും ഈ സെയിം തിങ് തന്നെയാണ് അല്ലേ, ബ്ലൂവും ബിയും, ദെൻ ബ്ലൂവും സിയും. എല്ലാം കോമയിട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് ഓർഡേർഡ് പെയർ എന്ന് പറയുക. ഓക്കെ, പിന്നെ എന്തുണ്ട്, ഇപ്പോൾ ബ്ലൂവിനകത്ത് ബി കൊടുത്തു, ബ്ലൂവിനകത്ത് സി കൊടുത്തു, ഇനി ബ്ലൂവും എസ്സും. കണ്ടോ, സോ ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ 2 ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഇതിൽ വന്നേക്കുന്നതെന്ന് നോക്കിയാൽ, എല്ലാം ഓർഡേർഡ് പെയേഴ്സാണ് വന്നിരിക്കുന്നത്. ഓർഡേർഡ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാക്കറ്റിനകത്ത് കോമയിട്ട് 2 ഗ്രൂപ്പ് എയും ബിയുമായിട്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് എല്ലാത്തിനും ഓരോരുത്തരെ ഈ എലിമെൻറ്റിൽ നിന്ന്, ഇതിനകത്തുള്ള എലിമെൻറ്റിൽ നിന്ന് ഓരോരുത്തരെയും നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ദ ഓർഡേർഡ് പെയർ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, സെറ്റ് A ഈക്വൽ ടു ABC ആൻഡ് B ഈക്വൽ ടു സെറ്റ് 1 2 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ A ക്രോസ് B, ഇതും അത് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ A ക്രോസ് B തന്നെയാണ് കേട്ടോ ചെയ്തത്, A ക്രോസ് B. അപ്പോൾ ഇവിടുത്തെ A ക്രോസ് B എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക നോക്കിയാൽ, ആദ്യം Aയും 1ഉം കണ്ടോ, പിന്നെ എന്തെടുക്കാം, Aയും 2, ഇനിയോ ബിയും 1ഉം, ദെൻ B2, അതുപോലെ തന്നെ എന്താണ് സി, ഇനി സിയും കൂടെ ഉണ്ട്. സോ സിയും 1ഉം, ദെൻ സിയും 2. ക്ലിയർ. സോ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്രോസ് ചെയ്ത് സെറ്റിൻ്റെ ഉള്ളിൽ എഴുതണം കേട്ടോ. ഓക്കെ, സോ സെറ്റിനകത്ത് നമ്മൾ ഇതിനെ എഴുതി വെച്ചു. സോ ഇതിനെയാണ് എന്തെന്ന് പറയുക, നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുക. ഓക്കെ, സോ ഞാൻ ഇതിനകത്ത് ഹെഡിങ് കാണിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ ക്രോസ് ചെയ്തെടുക്കുന്നതിനാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്താ നമ്മളതിന് പറയുന്നത്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ് എന്നായിരിക്കും നമ്മളതിനെ പറയുക. ഓക്കെ, പ്രോഡക്ട്സ് ഓഫ് സെറ്റ്സ്, റൈറ്റ്. സോ ഇതിൽ നിന്ന് നമുക്കൊരു ഡെഫിനിഷൻ എടുക്കാം അല്ലെ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സിനെ കുറിച്ചിട്ട് നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താ ഡെഫിനിഷൻ നോക്കിയേ, ഗിവൻ ടു നോൺ എംപ്റ്റി സെറ്റ്സ് P and Q, the Cartesian product P cross Q is a set of all ordered pairs of elements from P and Q. That is, P cross Q equal to set ordered pair PQ such that P element P and Q element
ക്യൂ എലിമെൻറ്റ് ക്യൂ. എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? അതായത് നമുക്ക് രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്ന ഒരു സെറ്റും തന്നിട്ടുണ്ട്, ക്യൂ എന്നൊരു സെറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കുന്നത് അത് എങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. ഈ പിയും ക്യൂവും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്? ഒന്ന് പി എന്നുള്ള സെറ്റിലുള്ളതായിരിക്കും ആദ്യത്തെ പി, പിന്നെ എന്താണ് ഇവിടുത്തെ ക്യൂ ഏതിലായിരിക്കും? ക്യൂ എന്നുള്ള സെറ്റിലുള്ളതായിരിക്കും ഈ സ്മോൾ ലെറ്റർ ക്യൂ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? പി എലിമെൻറ്റ് പി. ഈ പി എന്നുള്ള സെറ്റിലുള്ള എലിമെൻ്റ് ആയിരിക്കണം പി. അപ്പോൾ ഫസ്റ്റ് വരേണ്ടത് എപ്പോഴും എന്തായിരിക്കണം? പിയിലെ ആയിരിക്കണം. സെക്കൻഡ് വരേണ്ടത് എന്തിലായിരിക്കണം? ക്യൂവിലേയും ആയിരിക്കണം. കറക്റ്റ് അല്ലേ? ഇതിവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ കണ്ടോ? ഈ എക്സാമ്പിൾ നമ്മൾ എന്താ ചെയ്തത്? സെറ്റ് എ ബി സി ബി ഈക്വൽ ടു സെറ്റ് 1 2 എന്നാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നതിൽ നോക്കിയേ, എ എവിടുത്തെ എലിമെൻ്റാണ്? നമ്മുടെ എയിലെ എലിമെൻ്റാണ് ഈ എ അല്ലേ. ഇനി ഈ ബി എ ക്രോസ് ബി എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ 1 എവിടെയാണ് ബിലോങ് ചെയ്യുന്നത്? ബിയിലാണ്. കറക്റ്റായോ? ഇപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലിമെൻ്റ് എയിൽ നിന്നായിരിക്കണം, ഈ സെക്കൻഡ് എലിമെൻ്റ് എവിടെ നിന്നായിരിക്കണം? അടുത്ത സെറ്റിൻ്റെ പേരുകൾ മാറി മാറി വരാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ സെറ്റാണ്? പിയും ക്യൂവുമായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് നോക്കിയാൽ എയും ബിയും ആണ്. സോ ഇതെപ്പോഴും എ ആയിരിക്കണം, ഇത് ബി ആയിരിക്കണം. അതുപോലെ ഇത് എ ആയിരിക്കണം, ഇത് ബി ആയിരിക്കണം. അതുപോലെ എത്ര ഓർഡർ പെയറുണ്ടോ അതിലൊക്കെ ഫസ്റ്റ് എയും ബിയും ആയിരിക്കണം. സോ അത് തന്നെയാണ് ഇവിടെ ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 നോൺ എംപ്റ്റി സെറ്റാണ്. ഇതിനകത്ത് എന്താണ്? പി ആൻഡ് ക്യൂ. അപ്പോൾ എംപ്റ്റി സെറ്റിൻ്റെ പേരുകളാണ് എന്താണ്? പിയും ക്യൂ എന്നുള്ളത്. ഇതിനകത്ത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പി ക്രോസ് ക്യൂ ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ്. എല്ലാ ഓർഡേർഡ് പെയേഴ്സും പെയേഴ്സ് ഓഫ് എലിമെൻറ്റ് ഫ്രം പി ആൻഡ് ക്യൂ. രണ്ടിൽ നിന്നുള്ള എല്ലാ എലിമെൻറ്റ്സും ഉണ്ടാകണം. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, ഇവിടെ പി ക്രോസ് ക്യൂ ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ പി ക്യൂ സച്ച് ദാറ്റ് പി എലിമെൻറ്റ് പി ബിലോങ്സ് ടു പി അല്ലേ. സ്മോൾ ലെറ്റർ പി എന്തിൽ ബിലോങ് ചെയ്യുന്നതാണ്? പി എന്നുള്ള സെറ്റിൽ ബിലോങ് ചെയ്യുന്നതായിരിക്കും ഈ പി ക്രോസ് എന്താ പറയുക? ക്യൂ എന്നുള്ള പി എന്ന് പറയുക. അതുപോലെ ക്യൂ എലിമെൻറ്റ് എന്തിനെ? ക്യൂ ബിലോങ്സ് ടു ക്യൂ അല്ലേ. സ്മോൾ ലെറ്റർ ക്യൂ ബിലോങ്സ് ടു എന്തിലാണ്? ക്യൂവിലാണ് ബിലോങ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നതിൽ നിങ്ങളിതുപോലെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിൽ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് നോക്കി എ ഈക്വൽ ടു സെറ്റ് എ ബി സി ബി ഈക്വൽ ടു സെറ്റ് 1 2 സി ഈക്വൽ ടു എന്താ? വോയിഡ് സെറ്റ് അല്ലേ, എം ടി സെറ്റ് അല്ലെങ്കിൽ എന്താ? നൾ സെറ്റ്. അപ്പോൾ അല്ലെങ്കിൽ എന്താ നമ്മളതിനെ പറയുന്നത്? നമ്മൾ എം ടി സെറ്റ്, വോയിഡ് സെറ്റ്, നൾ സെറ്റ് എന്നൊക്കെ പറയില്ലേ. സോ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതുപോലെ പൈയുടെ വാല്യൂ പൈ വെച്ചിട്ടാണ് കേട്ടോ. സോറി. അപ്പം എന്താണ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ, ഇവിടെ എ എന്ന് പറയുന്നത് എ ബി സി ആണ്. പക്ഷേ സിക്കകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? നൾ സെറ്റാണ്. സോ എ ക്രോസ് സി എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻസർ എന്തായിരിക്കും എപ്പോഴും വരിക? നൾ സെറ്റ് തന്നെയായിരിക്കും. സോ ഇത് ഓർത്ത് വയ്ക്കണം കേട്ടോ. എ ബി സി ഉണ്ട്, ബിക്കകത്ത് 1 2 ഉണ്ട്, സിക്കകത്ത് തന്നിരിക്കുന്നത് ഇതാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? എ ക്രോസ് സി ആണ് ചെയ്യാൻ പറഞ്ഞത്. സോ എ ക്രോസ് സി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടി ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? നൾ സെറ്റ് ആയിരിക്കും. ക്ലിയർ? ഇത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 1 ആണ്. അത് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ordered pair x plus 1 comma y minus 2 equal to 3 comma 1. ordered pair 3 comma 1 അല്ലേ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. നമ്മളോട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഇതും കൂടിയാണ് റിലേഷൻ. എക്സ് പ്ലസ് 1ഉം 3ഉം അല്ലേ. മുന്നത്തെ സമ്മിലൊക്കെ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ. സോ നമുക്ക് അവിടെ എന്തെടുത്ത് എഴുതാമെന്ന് നോക്കിയാൽ, എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 3 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ വരേണ്ടത്? y മൈനസ് 2 അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. y മൈനസ് 2 ഈക്വൽ ടു എന്ത് വരും? നോക്കുക, y മൈനസ് 2 ഈക്വൽ ടു 1 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തേനെ ഒന്നും കൂടി എടുത്ത് ഇവിടെ എഴുതാം കേട്ടോ. സോ ഇത് രണ്ടും ഞാൻ റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. എക്സ് പ്ലസ് 1ഉം ഈ 3ഉം ആയിരിക്കും. ദെൻ y മൈനസ് 2ഉം 1ഉം ആയിരിക്കും. ഞാൻ ഇതൊന്നും കൂടി എടുത്ത് എഴുതാണ്. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3. സോ എക്സിനെ മാത്രം നമുക്ക് ഈ സൈഡിൽ എടുക്കാം. 1നെ ട്രാൻസ്പോസ് ചെയ്ത് അപ്പുറേക്ക് കൊണ്ടുപോകാം. സോ ഇത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറി? നെഗറ്റീവ് അല്ലേ. കണ്ടോ? നെഗറ്റീവ് 1 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്ന ആൻസർ? 2 കിട്ടും. ഇവിടെ നമ്മുടെ എക്സിൻ്റെ ആൻസർ എത്ര കിട്ടിയത്? 2 ആണ്. അതുപോലെ നമുക്ക് ഇതിനെ ചെയ്യാമല്ലോ. y മൈനസ് 2നെ y മൈനസ് 2 ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ വൈനെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് 2നെ നമുക്ക് അപ്പുറേക്ക് കൊണ്ടുപോകാം. സോ 1 എഴുതി ഇതിനെ ഇപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? +2 ആയി. ദെർഫോർ y ഈസ് ഈക്വൽ ടു വാട്ട്? നമുക്കത് 3യും കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ കിട്ടിയത്?
ഇത് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. വൈയുടെ വാല്യൂ എത്രയാണ്? ഇത് 3 കണ്ടോ? എക്സിനും വൈക്കും ഓരോ വാല്യൂസ് നമുക്ക് കിട്ടി. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ എന്താണ് x+1, y -2 = 3, 1 ആണ്. സോ ഫൈൻഡ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇത് തന്നിട്ട് നമ്മളോട് എക്സും വൈയും കണ്ടെത്താനാണ് പറഞ്ഞത്. സോ നമുക്ക് കിട്ടി x = 2 കിട്ടി, y = 3 കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് എക്സാമ്പിൾ 2 ആണ്. P = സെറ്റ് എ ബി സി, Q = സെറ്റ് ആർ. ഫൈൻഡ് P × Q ആൻഡ് Q × P ആർ ദേ ഈക്വൽ. ഇങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യണം? P × Q വേണം നമ്മളിവിടെ ആദ്യം കണ്ടെത്താൻ, അല്ലേ? P × Q എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ഈ എയും ഈ ആറും കൂടി. അപ്പോൾ എ ആർ എന്ന് പറഞ്ഞിട്ട് ഒരോടോട് പേര് കിട്ടി. അടുത്തത് എന്തായിരിക്കും? ബിയും ആറും. കണ്ടോ? അപ്പോൾ അടുത്തൊരു ഓർഡേർഡ് പേര് കിട്ടി. ദെൻ അടുത്തത് എന്താണ്? സിയും ആറും. അപ്പോൾ ഇതൊന്ന് സെറ്റിലേക്കേക്ക് ഇടണം കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? Q × P എന്നും പറഞ്ഞിട്ടുണ്ട്. സോ Q × P. അപ്പോൾ നേരെ തിരിച്ചു. കണ്ടോ? ഇവിടെ എന്താ വരിക? നമുക്ക് ആറും എയും, പിന്നെയോ ആർ ബി, പിന്നെ ആറ് സിയും. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? P ക്രോസും ചെയ്തു, എന്താണ് P × Qയും ചെയ്തു, Q × Pയും ചെയ്തു. പക്ഷേ ഇത് എന്താ ചോദിച്ചിരിക്കുന്നത്? ആർ ദേ ഈക്വൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ നോട്ട് എന്താണ്? ദേ ആർ നോട്ട് ഈക്വൽ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ പ്രകാരം നമ്മൾക്ക് ഇതെന്താണ്? ഇവിടെ എ ആർ ആണ്, പക്ഷെ ഇവിടെ കിടക്കുന്നത് എന്താണ്? ആർ എ ആണ്. ഇവിടെ ബി ആർ ആണ്, ഇവിടെ എന്താണ് കിടക്കുന്നത്? ആർ ബി ആണ്. ഇത് ഒരുപോലെ തന്നെ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നെന്ന് പറയാൻ നമുക്ക് ഈക്വൽ ആയിരുന്നെന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ. സോ നമുക്കിവിടെ എന്ത് പറയാനായിട്ട് സാധിക്കും? ദി പെയർ എ ആർ ഇസ് നോട്ട് ഈക്വൽ ടു ദ പെയർ ഓഫ് ആർ എ, അല്ലേ? ഇങ്ങനെയല്ലേ പറയേണ്ടത്? ദി പെയർ എ ആർ ഇസ് നോട്ട് ഈക്വൽ ടു ആർ എ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? P × Q ഇസ് നോട്ട് ഈക്വൽ ടു Q × P. റൈറ്റ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഈക്വൽ അല്ല. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബൈ ദ ഡെഫിനിഷൻ ഓഫ് ദി ഈക്വാലിറ്റി ഓഫ് ഓർഡേർഡ് പെയേഴ്സ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? ബൈ ദ ഡെഫിനിഷൻ ഓഫ് ദ ഈക്വാലിറ്റി ഓഫ് ഓർഡേർഡ് പെയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഈ പെയറുകൾ തമ്മിൽ ഒട്ടും എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? P × Q നോട്ട് ഈക്വൽ ടു Q × P എന്ന് നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? ഓക്കെ.